മാലിദ്വീപിലെ സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ ആലപ്പുഴ സ്വദേശിയായ അധ്യാപികയ്ക്ക് ഗുരുതര പരിക്ക്. മാലിദ്വീപിലെ ഖദുദ്വീപിൽ ഗഫ്താൽ അട്ടോൾ സ്കൂളിലെ അധ്യാപികയായ ചെങ്ങന്നൂർ തിട്ടമ്മേൽ കല്ലൂർ ദീപക് ശശിയുടെ ഭാര്യ സ്മിതയ്ക്കാണ് മൂക്കിന് ഗുരുതര പരിക്കേറ്റത്. അടിയന്തര ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ലബോറട്ടറിയിലെ കമ്പ്യൂട്ടറിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഗെയിം കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്മിത പലതവണ താക്കീത് നൽകിയിട്ടും വിദ്യാർത്ഥി കൂട്ടാക്കിയില്ല. വീഡിയോ പകർത്തി പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സ്മിതയുടെ ഫോൺ വിദ്യാർത്ഥി എടുത്തെറിയുകയും മൂക്കിൽ തുടർച്ചയായി ഇടിക്കുകയുമായിരുന്നുവെന്ന് ഭർത്താവ് ദീപക് പറയുന്നു. രക്തം വാർന്ന് ബോധരഹിതയായി വീണ സ്മിതയെ മറ്റ് അധ്യാപകർ ചേർന്ന് ആംബുലൻസിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കൂടുതൽ സൌകര്യമുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ട്. മാലിദ്വീപ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്മിതയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണെന്നും ദീപക് പറഞ്ഞു. ഒരു വർഷം മുൻപാണ് സ്മിത സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. 2000-ഓളം അധ്യാപകരുള്ള മാലിദ്വീപിൽ 75% മലയാളികളാണെന്നും ഇവരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും ദീപക് പറയുന്നു. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. അതെ, വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ. ആഘോഷം ഏതും ആയിക്കോട്ടെ, ഡ്രസ് ശോഭിക്കുന്നു. നമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ശോഭിക വെഡിങ്സിന് എടുത്തിക്കണം. നമ്മൾ ഹാപ്പിയാ അല്ലേ? ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റ്യാടി, നിലമ്പൂർ, എടപ്പാൾ.